മനസ്സിനാണെങ്കിൽ ഒരു സമാധാനമില്ലടി. അമ്മയ്ക്കാണെങ്കിൽ തീരെ വയ്യ, ചേട്ടനാണെങ്കിൽ ജോലിയിൽ എന്തൊക്കെയോ പ്രശ്നം, അമ്മ എന്നോട് പറയണമില്ല. എൻ്റെ മനസ്സാകെ ഡിസ്റ്റർബ്ഡാ. അതിപ്പോ പ്രശ്നങ്ങളില്ലാത്ത ആരാടി ഉള്ളത്? എല്ലാവർക്കും അവരുടേതായ പ്രശ്നങ്ങളില്ലേ? ഞാനൊരു കൗൺസിലിങ്ങിന് പോയാലോ? എന്താ നിന്റെ അഭിപ്രായം? ഞാനിതുവരെ കൗൺസിലിംഗ് ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ലടി. കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യാത്ത ഒരാളെങ്ങനെയാ അത് മോശമാണോ നല്ലതാണോ എന്നൊരു അഭിപ്രായം പറയാ. ഞാനാണെങ്കിൽ ഇപ്പോൾ ഒന്ന് ബാലൻസ്ഡ് ആയിട്ട് പോണത് എൻ്റെ മെഡിറ്റേഷനും അവിടെ നിന്ന് തരുന്ന കുറച്ച് ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്ത് വളരെ കാമായിട്ട് ഹാപ്പി ആയിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈം. ഇപ്പോൾ ആണോ? എന്നാൽ നീ മെഡിറ്റേഷൻ എങ്ങനെയാണെന്ന് പറയും. ഇപ്പം കാണിച്ചാലും പ്ലീസ് ഡി. എടാ, മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാലേ ഒരു വലിയ സംഭവമാണ്. നമ്മൾ സ്പെൻഡ് ചെയ്യണത് കുറച്ച് ടൈമാണെങ്കിലും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഊർജ്ജം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് ആത്മാവിൻ്റെ ഒരു നിർവൃതിയാണ്. അത് നമുക്ക് ഒരാൾക്ക് കാണിച്ചു കൊടുക്കാനും പറ്റില്ല, പറഞ്ഞു കൊടുക്കാനും പറ്റില്ല. ഓ, സ്പിരിച്വാലിറ്റി ആയിരിക്കും അല്ലേ? എനിക്കത് വേണ്ട. അല്ല, ഇപ്പം നിനക്ക് കിട്ടി മോളെ. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാലേ ദൈവം തിരഞ്ഞെടുക്കുന്നവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അത് നിസ്സാരവൽക്കരിക്കല്ലേ. അതുമ്മ ഭയങ്കരമായ ഒരു എഫേർട്ട് ഉണ്ട്. അവിടേക്ക് നമ്മളെ സ്വയം ഒഴുകിപ്പോണതാ. അതൊരവസ്ഥയാ. അല്ലടി, നീ ഒരു മെഡിറ്റേഷൻ ഗ്രൂപ്പിലായിടല്ലേ? അതിന്റെ പേരെന്തുട്ടാ? ആ മെഡിറ്റേഷൻ ഗ്രൂപ്പിന്റെ പേരാണ് ദൃഢ. ഇവിടെ നമ്മുടെ ജീവിതം സുഖമാവാനുള്ള എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞുതരും. അതായത് മനസ്സുഖം, സമാധാനം, സന്തോഷം, സ്നേഹം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ നേടാം, എങ്ങനെ സുഖമായിട്ട് ജീവിക്കാം, നല്ല ചിന്താഗതി എങ്ങനെ ഉണർത്തിയെടുക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് പറഞ്ഞു തരും. അതുമാത്രമല്ല, അവർ നല്ല പ്രാക്ടീസും തരും. നമ്മൾ ജോയിൻ ചെയ്യുന്ന ഗ്രൂപ്പിൽ നമുക്കൊരു അഡ്മിൻ ഉണ്ടായിരിക്കും. അവരായിരിക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. കൃത്യമായിട്ട് അവർ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ കംഫർട്ടാണോ എന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കും. ഇതിനേക്കാളൊക്കെ ഉപരി ഫ്രീ ആണ് എന്നുള്ളതാണ് വലിയ കാര്യം. ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, നീ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ആവലാതിപ്പെടുന്നത്. നീ ബാങ്കിൽ പോണ ദിവസം എന്താ പറയാറ്? അയ്യോ, മാനേജർ ഒരു തെണ്ടിയ, അയാൾ ഒരു കാര്യം ചെയ്തു തരില്ല. എത്ര പ്രാവശ്യം എന്നറിയാം എൻ്റെ പിന്നാലെ നടക്കണത്. നീ ട്രെയിനിൽ പോണ ദിവസം എന്താ പറയാറ്? ഓ, ട്രെയിനിൻ്റെ ഉള്ളിൽ നല്ല തിരക്കാണ്, അന്ന് സ്ഥലം തന്നെ കിട്ടില്ല. അങ്ങനെ പറയണതാണല്ലോ ഞാൻ കേട്ടേക്കണേ. ഇതിന് പകരം നിനക്ക് എന്താ ഇങ്ങനെ ചിന്തിച്ചൂടാ? ഇന്ന് ബാങ്കിൽ പോയ മാനേജർ എല്ലാ കാര്യവും സൂപ്പറായിട്ട് ചെയ്തു തരും. നല്ല കാര്യം കഴിഞ്ഞിട്ട് ഞാൻ വരിക. ട്രെയിനിൽ ഇന്ന് ഒരു തിരക്കും ഉണ്ടാവില്ല. നല്ല സുഖമായിട്ട് എനിക്ക് ഇരുന്ന് പോകാൻ പറ്റും. എന്തുകൊണ്ടാണ് നീ അങ്ങനെ ചിന്തിക്കാത്തേ? അപ്പം നിന്റെ ചിന്താഗതിയിൽ ഒരു വ്യത്യാസം വരുത്തണ്ടേ? ഈ ചിന്തകൾ നമ്മുടെ ലൈഫ് മാറ്റിമറിക്കുകയാണെങ്കിലോ? ഈ ചിന്താഗതിയിലേക്ക് നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് എത്താൻ പറ്റില്ല. ദൃഢ ഒരിക്കലും സ്പിരിച്വാലിറ്റിനെ കുറിച്ചല്ല പറഞ്ഞു തരുന്നത്, എങ്ങനെ സുഖമായിട്ട് ജീവിക്കാം എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ചാണ് പറഞ്ഞു തരുന്നത്. എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയാം, നമ്മുടെ ആത്മാവിൻ്റെ സന്തോഷമാണ് എന്ത് സന്തോഷത്തിനേക്കാളും വലുത്. ആ സന്തോഷം കണ്ടുപിടിക്കാനായിട്ട് ദൃഢ നമ്മളെ സഹായിക്കും.